മലൈക്കോട്ടെ വാലിബൻ സിനിമ നേരിടേണ്ടി വന്ന വെല്ലുവിളികളെക്കുറിച്ച് തുറന്നു പറഞ്ഞ മോഹൻലാൽ. സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ആ സിനിമയുടെ കഥ വിവരിച്ചപ്പോൾ അതൊരു അതിശയകരമായ ചിത്രമായിരുന്നുവെന്നും എന്നാൽ ചിത്രീകരണ ഘട്ടത്തിൽ സിനിമ വലുതാവുകയും 2 ഭാഗമായി എടുക്കാൻ തീരുമാനിച്ചതുമാണ് കണക്കുകൂട്ടലുകൾ തെറ്റാൻ ഇടയാക്കിയതെന്നും മോഹൻലാൽ വെളിപ്പെടുത്തി. മോഹൻലാലിൻ്റെ വാക്കുകൾ ഇങ്ങനെ: സിനിമയുടെ പരാജയങ്ങൾ എന്നെ ബാധിക്കാറില്ല, അത് സംഭവിക്കും. മലൈക്കോട്ടെ വാലിബനിലേക്ക് വന്നാൽ ലിജോ ആ കഥ പറയുമ്പോൾ അത് വളരെ അതിശയകരമായ കഥയായി തോന്നിയിരുന്നു. ചിത്രീകരണം തുടങ്ങിക്കഴിഞ്ഞ് ആ സിനിമയുടെ കഥ വളരാൻ തുടങ്ങി. അത് പുതിയ തലങ്ങളിലേക്ക് പോയി. പക്ഷേ ഇടയ്ക്ക് അത് കൈവിട്ടുപോയി. പിന്നീട് ലിജോ അത് 2 ഭാഗങ്ങളായി എടുക്കാൻ തീരുമാനിച്ചു. ഒരു സിനിമ എടുക്കുന്നു, അത് വിജയിച്ചാൽ അതിൻ്റെ 2ാം ഭാഗം എടുക്കാം എന്നതായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ അത് കാരണം സിനിമയുടെ ദൈർഘ്യവും ആശയവും മാറി. സിനിമ മൊത്തത്തിൽ മാറി. അതിനെ ഒരു തെറ്റായി ഞാൻ കാണുന്നില്ല. അത് കണക്കുകൂട്ടലുകളിലെ പിഴവാണ്. ലിജോ ആ സിനിമയെ മറ്റൊരു രീതിയിലാണ് അവതരിപ്പിച്ചത്. അത് ലിജോയുടെ സംവിധാനത്തിൻ്റെ രീതിയാണ്. ലിജോ സിനിമ എടുത്ത പേസിൽ പ്രേക്ഷകർക്ക് എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് പ്രേക്ഷകർക്ക് സിനിമയുടെ പേസുമായി കണക്റ്റ് ആകാൻ കഴിഞ്ഞില്ല. എമ്പുരാൻ പൃഥ്വിയും മുരളിയും മനസ്സിൽ കണ്ടത് തന്നെ 3 ഭാഗങ്ങളുള്ള സിനിമ ആയിട്ടാണ്. ലൂസിഫർ കണ്ട പ്രേക്ഷകർക്ക് ആ സിനിമയെക്കുറിച്ച് ഒരു മുൻധാരണയുണ്ട്. ആ സിനിമയുടെ പേസ് അവർക്കറിയാം. ആ പ്രതീക്ഷ നിലനിർത്താൻ കഴിഞ്ഞാൽ തന്നെ നല്ലത്. അതിനു മുകളിൽ പോയാൽ വളരെ നല്ലത്. ലിജോയുടെ സിനിമയെക്കുറിച്ചും പ്രേക്ഷകർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾക്കൊത്ത് ആ സിനിമ ഉയർന്നില്ല, മോഹൻലാൽ പറഞ്ഞു.